ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ മുട്ട മസാലയാണ് ഉണ്ടാക്കുന്നത്. രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. 2 സവാള എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുകയാണേ. ആ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരും. അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ എണ്ണയിൽ. അതിനുശേഷം അതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് കുറച്ച് 2-3 പച്ചമുളകും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ഇതൊന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു വലിയൊരു തക്കാളി അതും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്തായാലും ഇത് അരച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് എണ്ണയിലൊന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ മിക്സ് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഗ്രേവിയായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം വേണം നമുക്കിനി മസാലകൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി മസാല റെഡിയാക്കാൻ പോവുകയാണേ. അതിനായിട്ട് വീണ്ടും ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 തുണ്ട് പട്ട ആഡ് ചെയ്തിട്ടുണ്ട്. 2 ബേ ലീഫ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ചീരകം 1 സ്പൂൺ ഉണ്ടാവും കേട്ടോ. പിന്നെ 2-3 ഗ്രാമ്പു ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2-3 ഏലക്ക ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറമുളക് 2 പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മസാലയായിട്ട് ആവശ്യമുള്ളത്. നല്ല പോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച ആ ഗ്രേവി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പം നന്നായിട്ട് തന്നെ നല്ല പച്ചമണം പോയിട്ട് നല്ല ഒരു മണം വരുന്ന വരെ നമ്മളത് ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ അതിലോട്ട് ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി, എരിവനുസരിച്ച് അതിനുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ചൊരു 1/2 ടീസ്പൂൺ ഒരു ഗരം മസാല പൊടിയും കൂടിയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എത്ര ഗ്രേവി ആവശ്യം ആ ആവശ്യത്തിനുള്ള ഒഴിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു. ഈ കുറച്ച് ഉപ്പ് നമ്മൾ നേരത്തെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി കുറച്ച് ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു മധുരവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു തുണ്ട് ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മുട്ട ഒന്നും കൂടി എണ്ണയിലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുന്നതല്ല, ഞാൻ ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഡയറക്റ്റ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ചപ്പാത്തി നല്ല കോമ്പിനേഷനായിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്യാത്തവർ. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.